നല്ലതിനൊക്കെ നേതൃത്വം കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു തൗഫീഖാണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ ജഅലഹു ഖയ്യിമ മസ്ജിദിൻ എന്ന പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിക്കുമ്പോൾ ആ മനുഷ്യനെ അല്ലാഹു പള്ളിയുടെ കൈകാര്യക്കാരനാക്കി മാറ്റുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ നിഅമത്തുകളിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു നിഅമത്താണ് പള്ളിയുടെ കൈകാര്യക്കാരനാവുക എന്നത്. ഉസ്താദുമാരാണെങ്കിലും ഉമറാക്കളാണെങ്കിലും അവരൊക്കെ അതിൽ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ്. അത് ഭംഗിയായി നടത്താനുള്ള ഒരു ശ്രമവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ട് എനിക്കൊരു സന്തോഷം വന്ന ഒരു സമയമായതുകൊണ്ട് ഞാൻ ആ സന്തോഷം നിങ്ങളെ ഇങ്ങനെ അറിയിച്ചു എന്നേ ഉള്ളൂ. മാത്രമല്ല, വളരെ നല്ല ഒരു പരിസരത്തിൽ മഹല്ലിൽ നിന്ന് കേട്ട ഒരു ഉപദേശത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാലിന്യങ്ങളും മറ്റുമൊക്കെ ചെയ്യും. അവരുടെ ആത്മാർത്ഥതയാണ് അതിന് ഏറ്റവും വലിയ ഒരു തെളിവ്. അത് വലിയ ഒരു കാര്യമാണ്. ആത്മാർത്ഥതയുള്ളത് മാത്രമേ, സമുദായം നന്നാകണം എന്ന ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു പ്രബോധകന്റെ ഏറ്റവും വലിയ ഒരു അസറ്റ് എന്നത് നദാമത്താണ്, ഖേദം. അല്ലാതെ ശബ്ദമോ മറ്റോ ഒന്നുമല്ല. എൻ്റെ ഒരു ഖേദമാണ്, ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊരു ഖേദം. പിന്നെയോ ഇതൊക്കെ ഇനി നന്നാവണം എന്നുള്ള ഒരു റജാ, പ്രതീക്ഷയും. അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജാ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും ഇടയിൽ നിലകൊള്ളും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പ്രബോധനത്തിന്റെ അസറ്റ്, അല്ലാതെ മറ്റൊന്നുമല്ല. പണമല്ല, പണത്തിന്റെ ആവശ്യം പോലും പ്രബോധനത്തിന് ഇല്ല. ഒരു പൈസ പോലും കയ്യിലില്ലാതെ, ഒരു ചില്ലിക്കാശ് മുൾത്താൻ ലാഹോർ വഴി ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാതെ ഇന്ത്യയിലേക്ക് കയറിയ മഹാനാണ്. 90 ലക്ഷം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനായ സുൽത്താൻ ഖാജ റഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു. അവർക്ക് പകരം ഒരാൾ അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അള്ളാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അവരെ പോലെ ഒരാൾ ഇന്ത്യയിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അത്രയും വലിയ ആളാണ് അവർ. അസ്ലവർ ഇറാനിയാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റൗളയിൽ സിയാറത്തിൽ ചെന്നപ്പോൾ ഹബീബായ റസൂൽ വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ആ സംഭവം. നേരെ ഈ ചെറുപ്പക്കാരനെ ഇന്ത്യയിലേക്ക് അയക്കുക. ഇന്ത്യയിലാണ് ഇരുളടഞ്ഞു കിടക്കുന്നത്. അവിടെ വെളിച്ചം കൊടുക്കാൻ ഈ ചെറുപ്പക്കാരനെ കഴിയൂ എന്ന് ആ ചെറുപ്പക്കാരനെ മുന്നിൽ നിർത്തി ഉസ്താദിനോട് റൗളയിൽ നിന്ന് പുണ്യ റസൂൽ ഉപദേശിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖബറിൽ നിന്ന് സംസാരിച്ചു. ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹറൂനി റളിയല്ലാഹു അൻഹു അപ്പോൾ തന്നെ ശിഷ്യന് സമ്മതം കൊടുത്തു. ആ ശിഷ്യൻ ഇന്ത്യയിൽ വരുമ്പോൾ ഒരു പൈസയില്ല. ഖാജ ഗരീബ് എന്നാണ്, പാവപ്പെട്ട സുൽത്താൻ. ഖാജ ഗരീബ് എന്നാൽ മിസ്കീൻ. ആ മനുഷ്യനാണ് ഇന്ത്യയിൽ 90 ലക്ഷം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഖാജ, സുൽത്താനുൽ ഹിന്ദ് ഖാജ. അപ്പോൾ പ്രബോധനത്തിന്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ പണത്തിന്റെ പളപളപ്പോ പണമോ ഒന്നുമല്ല. അതൊക്കെ ഇന്ന് നമുക്ക് വന്നുപോയ വിഡ്ഢിത്തരങ്ങളിൽ പെടുത്ത കാര്യങ്ങളാണ്. അതൊന്നുമല്ല പ്രബോധനത്തിന്റെ അസറ്റ്. പ്രബോധനത്തിന്റെ അസറ്റ് ഇതൊക്കെ അങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു ഖേദവും, ഇത് നന്നാവണമല്ലോ എന്ന ചിന്തയും, ശ്രമിച്ചാൽ നന്നായിത്തീരും എന്ന പ്രതീക്ഷയുമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു സംഘം ഉറക്കാമീൻ പറ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു സംഘം ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങൾ അത് അധ്വാനിച്ചത് വലിയൊരു ഖൈറായി എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇത് അടുത്ത വർഷം തുടർത്തിക്കൊണ്ടുപോകാം. 40 ദിവസം ചെയ്താൽ വളരെ നന്നാവും. 40 എന്നതിനൊരു വല്ലാത്ത ഒരു ഫضലുണ്ട്. 40 പൂർത്തിയാക്കി 41-ാം നാൾ ഒരു കാര്യം സമാപിച്ചാൽ അതിൽ വലിയൊരു ബർക്കത്തുണ്ടാവും. 40 എന്നത് സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു മൂശയിലിട്ട വർഷമാണ്. 40 എന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് മാത്രം നോക്കി നടന്ന കൊല്ലമാണ്.
40 സന എന്ന്. 40 കൊല്ലം ഭൂമിയിലേക്ക് മാത്രം നോക്കി നടന്ന കാലമാണ്. 40 എന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായ മക്കളുടെ എണ്ണമാണ്. 40 എന്നത് ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് നടന്നുപോയി ചെയ്ത ഹജ്ജിന്റെ എണ്ണമാണ്. 40 എന്നത് അംബിയാഇന്റെ വയസ്സാണ്. 40 എന്നത് ബഹുമാനപ്പെട്ട സയ്യിദ്ന ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങി വന്നാൽ ഭരണം നടത്തുന്ന വർഷമാണ്. 40 എന്നത് ഒരു സദസ്സിൽ മുസ്ലിമീങ്ങൾ 40 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ വലിയുണ്ടാകുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 എന്നത് ദജ്ജാൽ ഈ ഭൂമിയിൽ വന്നാൽ പിന്നെ അവന്റെ വിളയാട്ടം നടക്കുന്ന ദിവസങ്ങളാണ്. 40 എന്നത് ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള കാലമാണ്. ഇങ്ങനെ 40 എന്നത് വല്ലാത്തൊരു സംഗതിയാണ്. 40 ബറക്കത്തുണ്ടാകും. 40 ഒരു പ്രത്യേകമായ നിഅമത്തുണ്ട്. 40 വയസ്സ് പൂർത്തിയാക്കിയപ്പോഴാണ് മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഖൈറുകളെല്ലാം അതിലുള്ളത് കൊണ്ട് 40 അടുത്ത വർഷം നമുക്ക് പൂർത്തിയാക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മൾ മൻജദ്ദ വജദ അധ്വാനിച്ചാൽ എത്തിക്കും, കിട്ടും. അത് കുട്ടികൾക്ക് ഇവിടെ പറഞ്ഞു പോയതുപോലത്തെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുറേ പഠിപ്പിക്കുകയല്ല വേണ്ടത്, അവർക്ക് ആത്മസ്പർശിയായ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കണം. അവർക്ക് അവരുടെ ബാപ്പ ആര് എന്ന് മനസ്സിലാക്കണം. അവർക്ക് അവരുടെ ഉമ്മാന്റെ പ്രാധാന്യം എന്ത് എന്നറിയണം. അവർക്ക് ഒരു മഹല്ല്, പള്ളി, ഇതൊക്കെ ഇവിടെ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കണം. അവർക്ക് സത്യസന്ധതയുടെ വില അറിയണം. അവർക്ക് നീതിയുടെ മേലാണ് ലോകം നിലനിൽക്കുന്നത് എന്നറിയണം. അതൊക്കെയാണ് അറിയേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയിച്ചു കൊടുത്താൽ ആ കുട്ടികൾ നന്നാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സമയം വളരെ പരിമിതമാണ്. ഞാനിവിടെ മഗ്‌രിബിന് മുമ്പ് തന്നെ മഗ്‌രിബ് നിസ്കരിക്കാൻ ഞാൻ ഈ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇത്രയൊന്നും നേരത്തെ ഒരു പരിപാടിക്ക് എത്തുന്ന പതിവും എനിക്കില്ല. പിന്നെ ഞാൻ മഗ്‌രിബ് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും എന്നതുകൊണ്ട് എത്തിയതാണ്. എത്തിയപ്പോഴാണ് നിങ്ങൾ നാട്ടുകാർ വരാൻ നേരം വൈകും എന്ന് പിന്നെ സംഘാടകർ എന്നോട് പറഞ്ഞത്. വിരോധം ഉണ്ടായിട്ടല്ല. രാവിലെ 6 മണിക്ക് വീണ്ടും ഒരു അടുത്ത പരിപാടി, നാളെ ഉച്ചക്ക് 12 മണി വരെ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പണി രാവിലെ മുതൽ ആരംഭിക്കാനുള്ളതാണ്. അതൊക്കെ കൊണ്ട് ഞാനൊരു ഉദ്റ് പറയുന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ ഞാൻ ഒരു വലിപ്പത്തരം പറയാൻ ധരിച്ചു പോകരുത്, ക്ഷമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അള്ളാഹു നല്ല കാര്യങ്ങൾക്കൊക്കെ പങ്കാളിയാകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നീട്ടിയൊന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കൂല, അങ്ങനെ സംസാരിക്കേണ്ടതും ഇല്ല. ഖൈറുൽ കലാമി മാ ഖല്ല വദല്ല, ഏറ്റവും നല്ല സംസാരം വാക്കുകളും കുറഞ്ഞതും ആശയങ്ങൾ വസ്തുതയെ അറിയിച്ചു തരുന്നതുമായിരിക്കും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു. ലോകം മുഴുവനും നന്നാക്കാൻ വേണ്ടി വന്ന ഹബീബായ റസൂലുള്ളാഹി കാന ദാഇമ സ്വംതി, മിക്കവാറും നേരം മിണ്ടാതിരുന്ന ആളാണെന്ന് ഹദീസ് ഷരീഫിൽ പഠിപ്പിക്കുന്നു. കാന ദാഇമ സ്വംതി, മിക്കവാറും സമയം റസൂലുള്ളാഹി മിണ്ടാതിരിക്കുക ചെയ്യുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാഇമൽ ഫിക്ര, ഒരു സദസ്സിലിരിക്കുമ്പോഴും അങ്ങനെ വഅദ് പറയുന്ന സ്വഭാവമൊന്നും റസൂലുള്ളാഹിക്കില്ല. മിക്കവാറും നേരം മിണ്ടാതിരിക്കും, മിക്കവാറും നേരം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇദാ തകല്ലമ ബിജവാമിഉൽ കലിമി, സംസാരിച്ചാൽ ജവാമിഉൽ കലിമ പറയും, ഒരു സമ്പൂർണമായ വാക്കുകൾ പറയും. ലാ ഫുളൂല വലാ തഖ്സീറ, ഒരക്ഷരം പോലും ഏറുകയോ ഒരു വാക്ക് കുറയുകയോ ഇല്ല. ഇതാണ് പുണ്യ നബിയുടെ രീതി എന്ന് പറയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ നീട്ടിയൊന്നും നിങ്ങളോട് പറയില്ല, എല്ലാവരും ചിന്തിക്കണം. ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകത്തിന്റെ അധിപതി. അവന്റേതാണ് ഈ ലോകം. അവനല്ലാത്ത ഒരാൾക്കും ഇവിടെ ഒരു അധികാരവുമില്ല. ഇന്നൽ അർള ലില്ലാഹ്, ഇന്നൽ അർള ലില്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الأرض لله، إن الأرض لله
يورثها من يشاء من عباده والعاقبة للمتقين إن الأرض لله ഭൂമിയുടെ ഉടമക്കാരൻ ഇപ്പോഴും അല്ലാഹുവാണ്. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി, അവന്റെ അടിമകളിൽ ഇഷ്ടപ്പെട്ടവർക്ക് അവൻ അത് അനന്തരമായി നൽകും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, നല്ലവർക്ക് നല്ല മരണമുണ്ടാകും. അല്ലാഹു നല്ലവരിൽ നമ്മെ പെടുത്തട്ടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവമായ ഒരു പാഠം, നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭൂമി അതിന്റെ ഉടമക്കാരൻ അല്ലാഹുവാണ്. ഇതിവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ശൂന്യത എന്ന് പറയാനും ഉണ്ടായിരുന്നില്ല. ശൂന്യമായിരുന്നു എന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ വയ്യ. കാരണം ശൂന്യത എന്ന് പറയുമ്പോൾ ശൂന്യതയുണ്ടല്ലോ, അതുമില്ല. സൂറത്തുൽ ഹദീദിന്റെ 3-ാമത്തെ വചനം ചിന്തിക്കുക. والأول والآخر والظاهر والباطن وهو بكل شيء عليم. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്ന് പറയാനും ഒന്നും ഉണ്ടായിരുന്നില്ല, അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൻ എന്തിനാണ് ഇതൊക്കെ വെളിവാക്കിയത്? അവന്റെ മഹത്വത്തെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ അറിയുന്നു. അതിനപ്പുറം നമുക്കറിയില്ല. വിജ്ഞാനത്തിൽ വളരെ കുറഞ്ഞ വിവരം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ഈ ലോകം സത്യത്തിൽ ഇല്ല, അല്ലാഹു മാത്രമാണ് ഉള്ളവനായിരുന്നത്. പിന്നെ അവൻ ഇതെല്ലാം ഉണ്ടാക്കി എന്തിന്? അവന്റെ മഹത്വത്തെ വാഴ്ത്താൻ വേണ്ടിയാണ്. ഈ ലോകം മുഴുവനും അവന്റെ മഹത്വത്തെ അറിയുന്നു, ഈ ലോകം മുഴുവനും അവന്റെ മഹത്വത്തെ വാഴ്ത്തുന്നു. തുസബ്ബിഹു ലഹു സ്സമാവാതു സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ആകാശങ്ങൾ മുഴുവനും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹ്. ഈ സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും എനിക്കറിയൂല എന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഒഴിവ് കഴിവ് പറയുകയാണ്. അതൊക്കെ അറിയുന്നായിരുന്നു വിചാരിച്ചിരുന്നത്, ഇപ്പോൾ മനസ്സിലാകുന്നത് അറിയൂല എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഒരിക്കൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആമീൻ ഉറക്കെ പറയണം, സ്വലാത്ത് ഉറക്കെ ചെല്ലണം. അത് നിങ്ങൾക്ക് എന്തോ ഒരു മടിയുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, വമാ സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, നബിയേ സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് എന്താണ്? അപ്പോൾ പറഞ്ഞു, കലിമത്തുൻ തംലഉ മാ ബൈനസ് സമാഇ വൽ അർള്, ആകാശഭൂമികൾക്കിടയിൽ നിറയുന്ന ഒരു വാക്കാണത്. സുബ്ഹാന ജല്ല വ അല. അതിന്റെ അർത്ഥം പോലും അറിയില്ല, അതെന്താണെന്ന് അറിയൂല, നമുക്കൊന്നും അറിയൂല. അറിയുന്നിരുന്നു വിചാരിച്ചിരുന്നത്, ഇപ്പോൾ മനസ്സിലാവുന്നത് അറിയൂല എന്നാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു അവൻ നമ്മളെ മനസ്സിന് അല്ലാഹു വെളിച്ചം നൽകട്ടെ. മയ്യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. അല്ലാഹു വെളിച്ചം നൽകിയാൽ മാത്രമേ വെളിച്ചം കിട്ടുള്ളൂ. അല്ലാഹു നമുക്ക് വെളിച്ചം തരട്ടെ. ഇത് മനസ്സിലാവണില്ല, എന്താണ് പറഞ്ഞത്? കുട്ടികൾ വർത്താനം പറയുന്ന കുട്ടികൾ ഒന്ന് ബാക്കിലേക്ക് കൊണ്ടുപോകണം എന്ന് ആ പെണ്ണുങ്ങളോടൊന്ന് പറഞ്ഞേക്ക്. سبحان الله يا رسول الله قالت كلمة تملأ ما بين السماء والأرض. ആകാശങ്ങൾ മുഴുവനും അവന്റെ മഹത്വം പറയാം, ഭൂമി മുഴുവനും അവന്റെ മഹത്വം പറയാം. പിന്നെ നമ്മൾ പോലത്തെ ആളുകൾ അത് വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും എന്ന് പറഞ്ഞു. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, നിങ്ങൾക്ക് അവരുടെ തസ്ബീഹ്, ഇവയുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ.
എന്നാൽ അവർ അള്ളാഹുവെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചു, സുഖപ്പെട്ടു. അപ്പോൾ അയാൾ ഭ്രാന്തകാലത്തുണ്ടായ ഒരു അനുഭവം എന്നോട് പറഞ്ഞു. ഞാൻ ഭൂമി സുബ്ഹാനല്ലാഹ് എന്ന് ചെല്ലുന്നത് കേട്ടു എന്ന് പറഞ്ഞു. ഒരു നിലക്ക് അത് ശരിയാകും എന്നാണ് എന്റെ ഒരു ധാരണ. കാരണം നിലവിലുള്ള ഒരു വിധാനത്തിൽ നിന്ന് മറ്റൊരു വിധാനത്തിലേക്ക് വരുന്നതാണ് സത്യത്തിൽ ഭ്രാന്ത്. ആ അവസ്ഥയിൽ ഒരു പക്ഷേ അങ്ങനെയൊക്കെ ചില യാഥാർത്ഥ്യങ്ങൾ കേൾക്കാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാവുന്നു. നമ്മൾ ചിന്തിക്കണം. ഏതായാലും ഈ പ്രപഞ്ചം മുഴുവനും അല്ലാഹുവെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. ഈ ലോകം മുഴുവനും അല്ലാഹു എന്ന ചിന്തയിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കാര്യം അല്ലാഹു എന്ന ചിന്തക്കാണ്. ആ ചിന്തയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലും ആ വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനത്തിലും ആ വാക്കിനാൽ അധിഷ്ഠിതമായ പ്രബോധനത്തിലും മെനക്കെട്ടവരാണ് ഔലിയ അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അല്ലാഹു അവരിലേക്ക് ചേരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവർക്കൊരു ലക്ഷ്യമില്ല. അവർക്കൊരു ലക്ഷ്യമില്ല. അവൻ ചിലരെ ഉഖലാഉൽ മജാനീൻ എന്ന് പറയും, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്ന് പറയും. അങ്ങനെ പറയും, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്ന് പറയും. ഞാൻ അറിയുന്ന ഒരു അബ്ദുള്ള ഹാജി എന്ന ഒരാളുണ്ട് വിളയിൽ. അദ്ദേഹത്തിന്റെ ഉപ്പയും കൂടെ കുറെ മുമ്പുള്ള ഒരു കഥ പറഞ്ഞതാണ് അദ്ദേഹം എന്നോട്. കോഴിക്കോട്ട് മൊഹീദ്ദീൻ പള്ളിയിലേക്ക് ളുഹർ നിസ്കരിക്കാൻ വേണ്ടി കയറി ചെല്ലുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അപ്പോ ചെരുപ്പിടുക, ഇരുന്ന് സുന്നത്തനുസരിച്ചൊക്കെ അവർ ചെയ്യുള്ളൂ. ഇരുന്നൊക്കെയാണ് ചെരുപ്പിട, ഇരുന്ന് ചെരുപ്പിടുന്നതാണല്ലോ സുന്നത്ത്. അപ്പൊ അവര് മൊഹീദ്ദീൻ പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചെരുപ്പിടുന്ന നേരത്തെ ഇവര് അബ്ദുള്ള ഹാജിയും ഇപ്പോൾ ഹാജിയാണ് ബാപ്പയും കൂടി ഇങ്ങനെ കയറി വന്നു. എവിടുന്നാ ബാപ്പയും മോനും എന്ന് ചോദിച്ചതിലെ കണ്ണിയത്ത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ മടവൂരിനെ കണ്ടുവരികയാണ്, CM കണ്ടുവരികയാണ്. അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞു കണ്ണിയത്ത്. അപ്പോൾ ഇവർക്ക് പരുങ്ങല്, എന്താ പ്രശ്നം അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ പറഞ്ഞു, അതുള്ള ഇജ്ജ് ബേജാറാവണ്ട, ഇജ്ജ് വിചാരിച്ച ഭ്രാന്തല്ല, അത് പടച്ചോൻ ആലോചിച്ചിട്ടുള്ള ഭ്രാന്താണ് എന്ന് തിരുത്തി പറഞ്ഞു. തിരുത്തല്ല, പറഞ്ഞത് വ്യക്തമാക്കി പറഞ്ഞു. അവരെ ഉഖലാഉൽ മജാനീൻ എന്ന് പറയും, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ. അവരെ ചിന്തയിൽ അല്ലാഹ് എന്നല്ലാത്തൊരു സംഗതിയേയില്ല. നമ്മൾ തിന്നാലും പറയും, ചിലപ്പോൾ തിന്നാലും പറയൂല, മറന്നോണ്ട് അങ്ങനെ ദേശം തിന്നുപോയാൽ പിന്നെ അതിന് നമുക്ക് ഫിഖ്ഹിൽ മദ്ഹബ് കണ്ടെത്തും. അത് മറന്നോണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞ് ഒപ്പുണ്ടാക്കും. നേരെ മറിച്ച് അവർക്ക് തിന്നണ്ട, അവർക്ക് അല്ലാഹ് എന്ന ചിന്ത നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ നോമ്പ് കുറഞ്ഞു പോകും. അവര് അല്ലാഹു എന്ന ചിന്തയിലാണ് സദാസമയവും, വേറൊരു ചിന്തയും അവർക്കുണ്ടാവുകയില്ല. ചിന്തിക്കും. അവർ അല്ലാഹുവിന്റെ ആ ഒരു ലദ്ദത്തിലാണ്, അതൊരു രസത്തിലാണ്. അവർ അല്ലാഹുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഒരു ലക്ഷ്യം അല്ലാഹുവാണ്. അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. മനസ്സ് തുറന്ന് പറയാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് നടക്കാത്തൊരു കാര്യമില്ല. കാരണം അവരാരാണ്? അവർ ഇലാഹിന്റെ ഹിമായത്തിലാണ്. അവർക്ക് എന്തും നടക്കും. അവർക്കിപ്പോൾ ഇവിടുത്തെ ഒരു കാല് വെച്ചിട്ട് ഒരു കാലുകൊണ്ട് അവർക്ക് അമേരിക്ക ചവിട്ടാൻ കഴിയും. അങ്ങനത്തെ ആളുകൾ ഇന്ന് ഭൂമിയിലുണ്ട്. പണ്ടല്ല. നിങ്ങൾ പറയുന്നത് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അതൊക്കെ പോരല്ലോ. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ശേഷം പിന്നെയും ഭൂമി നിലനിൽക്കണ്ടേ? അത്തരം ആളുകൾ ഉണ്ടായാലേ ഭൂമി നിലനിൽക്കൂ. ഇന്നുണ്ട്, ഇപ്പോഴുണ്ട്. ചിന്തിക്കുക. അവര് അല്ലാഹു എന്നല്ലാത്ത ഒരു ചിന്തയും അവർക്ക് സദാസമയവും അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു ജല്ലത് മഹാമിദുഹു വഅസ്സ സനാഹു. അവര് അല്ലാഹു അക്ബർ എന്ന ചിന്തയിലാണ്. അവരെ ഗാനങ്ങൾ പോലും അല്ലാഹുവിനെ വാഴ്ത്തുന്ന വിധത്തിലാണ്. ഒരു സൂഫി പറയുന്നതായി ഒരിക്കൽ ഞാനൊരു കിതാബിൽ ഇങ്ങനെ വായിച്ചു, അല്ലാഹുവേ നീയും ഞാനും നോക്കിയാൽ ഒരു നിലക്ക് ഭാഗ്യവാൻ ഞാനല്ലേ പഠിച്ചവനെ എന്ന് ഒരു സൂഫി അല്ലാഹുവിനോട് പറയുകയാണ്. അവര് അല്ലാഹുവിനെ കുറിച്ചുള്ള അവരുടെ വിലയിരുത്തൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. സൂഫി അല്ലാഹുവോട് പറയാ, അല്ലാഹ്
നീയും ഞാനും നോക്കിയാൽ ഒരു നിലക്ക് ഞാൻ ഭാഗ്യവാൻ. ഞാനല്ലേ അല്ലാഹുവേ, എനിക്ക് എന്തിനും കഴിയുന്ന നീയുണ്ടല്ലോ, നിനക്ക് ഒന്നിനും കഴിയാത്ത എന്നെപ്പെട്ട ആളുകളല്ലേ ഉള്ളൂ. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. സത്യത്തിൽ തമാശയാണെന്ന് പോലും അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്നും ഇവിടെ അല്ലാന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ എവിടെയോ ആയിരിക്കുന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചിന്തിക്കണം. വളരെ ഗഹനമായ വാക്കാണ്, ഒരു വല്ലാത്ത വാക്കാണ്. അതായത് സൃഷ്ടിയുടെ നിസ്സാരത്വത്തെ ബോധ്യപ്പെടുക, സൃഷ്ടാവിന്റെ മഹത്വത്തെ മനസ്സിലാക്കുക. അല്ലാഹുവേ, എനിക്ക് എന്തിനും കഴിയുന്നുണ്ടല്ലോ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ. അവർക്കൊന്നും അവരെ ഭൗതികമായ ഒരു ചിന്തയും അവരെ ബാധിക്കുകയില്ല, ഒരു സുഖം അവരെ പ്രലോഭിപ്പിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു. ഹുബൈബ് ആരാ? ഇസ്ലാമിൽ ഒരു നിസ്കാരത്തെ കൊണ്ടുവന്ന ആളാ. ഒരു നിസ്കാരത്തെ കൊണ്ടുവന്നു. ആ നിസ്കാരം ഇസ്ലാമിക ചരിത്രത്തിൽ കൊണ്ടുവന്നത് പുണ്യ റസൂലല്ല, സയ്യിദ്നാ ഹുബൈബാണ്. പുണ്യ റസൂലല്ല, സ്വല്ലല്ലാഹു അലൈഹി. നിങ്ങൾ ചിന്തിക്ക്, ഹുബൈബ് എന്നാൽ ചെറിയ ഒരാളല്ല. ഒരു നിസ്കാരത്തെ കൊണ്ടുവരിക. ആര് കൽപ്പിച്ചു? ആരും കൽപ്പിച്ചില്ല. മനസ്സിന്റെ ആന്തോളനത്തിൽ ഹുബൈബ് അങ്ങനെ ചെയ്തു. ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. ഒരു നിസ്കാരം നടത്തണമെങ്കിൽ അതിന് ശർഇന്റെ മാനദണ്ഡം വേണ്ടേ? പക്ഷേ ഒരു മാനദണ്ഡവും ബഹുമാനപ്പെട്ട ഹുബൈബിന് വിഷയമായില്ല. ഹുബൈബ് ഒരു നിസ്കാരത്തെ നടപ്പിലാക്കി. ആ നിസ്കാരം പിന്നെ അല്ലാഹു അംഗീകരിച്ചു. أول من سن في الإسلام سنة الشهيد خبيب بن عدي. മരണം ഉറപ്പായാൽ 2 റക്അത്ത് നിസ്കാരം എന്ന സമ്പ്രദായം ഇസ്ലാമിൽ ആദ്യം കൊണ്ടുവന്നത് ഹുബൈബാണ്. എവിടെയുണ്ട്? സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തി. അന്ന് മുതൽ അവസാനം അരീൽ ശുക്കൂർ വരെ അത് നിർവഹിച്ചു എന്ന് അദ്ദേഹത്തിന്റെ നാട്ടുകാർ എന്നോട് പറഞ്ഞു. കണ്ണൂരിൽ കഴിഞ്ഞ വർഷം ചില കാപ്പാലികന്മാരാൽ ദാരുണമാ മരണപ്പെട്ടുപോയ SKSFന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരിൽ ഒരാളായിരുന്ന ബഹുമാനപ്പെട്ട അരീൽ ശുക്കൂർ എന്ന സഹോദരൻ അടക്കം ഈ സുന്നത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ സുന്നത്ത് ആദ്യം നടപ്പിലാക്കിയത് പുണ്യ റസൂൽ അല്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂൽ കൽപ്പിച്ചിട്ടുമില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റസൂൽ കൽപ്പിച്ചതല്ല. വൽമൻ സന്ന أول من سن في الإسلام سنة الشهيد خبيب بن عدي. ഒരു നിസ്കാരം ഈ മനുഷ്യനാണ് കൊണ്ടുവന്നത്, സയ്യിദ്നാ ഹുബൈബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിക്കുക, അത് മനസ്സിന്റെ അല്ലാഹുവിന്റെ പ്രേമത്തിന്റെ ആന്തോളനാണ്. അത് പ്രേമാണ്. ഇതിനെന്താ തെളിവൊന്നും അവർക്കറിയൂല, തെളിവൊന്നും അവർക്കറിയാണത്. ആ മനുഷ്യൻ മരിച്ചപ്പോൾ ആ മനുഷ്യന് സ്വാഗതമൂതിയിട്ട് ആയത്തിറക്കി ബഹുമാനപ്പെട്ട സയ്യിദ്നാ ജിബ്രീൽ. അത് ഹുബ്ബിന്റെ ഒരു ആന്തോളന. ആ മനുഷ്യനെ പ്രലോഭിപ്പിച്ചു. പക്ഷെ പ്രലോഭനം ആ മനുഷ്യനെ വശപ്പെടുത്താൻ പ്രലോഭനത്തിന് യോഗ്യതയുണ്ടായില്ല. തർജിഉ ഇലൽ മദീന തസുബ്ബു മുഹമ്മദൻ. ഉറക്കപ്പറ തസുബ്ബു മുഹമ്മദൻ. സ്വലാത്ത് ഒരു പണിയാണ് എന്ന് വിചാരിക്കണവർക്ക് വഅലിനിരുന്നിട്ട് ഒരു കാര്യമില്ല. ആദ്യം പഠിക്കേണ്ടത് സ്വലാത്ത് ഒരു പണിയല്ല എന്നാണ്. സ്വലാത്ത് പണിയല്ല എന്ന് പഠിച്ചവനെ മുഅ്മിനാവുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വലാത്ത് പണിയാണ് എന്ന് വിചാരിച്ചൊരിക്കൽ സ്വലാത്ത് എല്ലാം വിചാരിക്കുള്ളൂ. സ്വലാത്ത് പണിയല്ല എന്ന് വിചാരിച്ചാലോ അത് ചെല്ലിപ്പോവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്കും. തസുബ്ബു മുഹമ്മദൻ ترجع إلى المدينة ومعك عافية الدنيا ونعيمها. ഒരൊറ്റത്തവണ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചീത്ത പറഞ്ഞാൽ മതി. മക്കയിൽ മുഖത്ത് നോക്കി പറയണ്ട. റസൂൽ അപ്പോൾ മദീനയില്ല. ഹുബൈബ് അതാരും കേൾക്കൂല. നീ ഒന്ന് ഒറ്റോട്ട് ആക്ഷേപിച്ചാൽ മതി മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
തർജിഉ ഇലൽ മദീന, എനിക്ക് മദീനയിലേക്ക് തിരിച്ചു പോകാം. ومعك عافية الدنيا ونعيمها. ഈ ഹുബൈബിനെ കൊല്ലാൻ റളിയല്ലാഹു അൻഹു അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അവരുടെ പഴയ മക്ക ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായിരുന്നു ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു. ഹുബൈബിനെ കൊല്ലാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഹുബൈബിനെ മക്കയിലെ ഹാരിസിന്റെ വീട്ടിൽ പട്ടിണി കിട്ടത്. അല്ലാതെ ഹുബൈബിനെ കൊല്ലാമായിരുന്നല്ലോ, കൊന്നില്ല. ഹുബൈബിന്റെ കൂട്ടുകാരനായ വേറെ ആളെ കൊന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഹുബൈബിനെ കൊന്നില്ല റളിയല്ലാഹു അൻഹു. അവസാനം ഹുബൈബിനെ തന്റെ റൂമിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു, ഹുബൈബെ, നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് മോഹമില്ല, നിന്നെ തിരിച്ച് നിന്റെ കുടുംബത്തിലേക്ക് വിടാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷെ ഞങ്ങൾക്കും ഒരു ഉദർ വേണ്ടേ ഹുബൈബ്? ഈ നാട്ടുകാർ നിന്നെ ചെങ്ങലക്കിട്ട വിവരം അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരുടെ മുന്നിൽ ഒരു കാര്യം ബോധ്യപ്പെടാനെങ്കിലും ഒരു കാരണം കാണിക്കണ്ടേ ഹുബൈബ്? അതുകൊണ്ട് തസുബ്ബു മുഹമ്മദാ തർജിഉ ഇലൽ മദീന വമഅക ആഫിയത്തുദ് ദുനിയാ വനഈമുഹാ. വമഅക ആഫിയത്തുദ് ദുനിയാ, ഒരു രോമത്തിൽ ഞങ്ങൾ തൊടൂല എന്നർത്ഥം. എല്ലാവിധ ആഫിയത്തോടുകൂടെയും നിനക്ക് തിരിച്ചു പോകാം. വനഈമുഹ, എല്ലാവിധ സൗഭാഗ്യവും സമ്മാനങ്ങളും തന്ന് ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഉസ്വല്ലി റകഅതൈനി ലില്ലാഹ്, ഉസ്വല്ലി റകഅതൈനി ലില്ലാഹ്. എനിക്ക് ഈ ലോകത്തോടുള്ള താല്പര്യം നിസ്കാരം ഈ ലോകത്തുണ്ട് എന്നതുകൊണ്ടാണ്. എനിക്ക് പൂതി കഴിയാത്ത വിഷയം അള്ളാഹുവിന്റെ മുന്നിൽ നെറ്റിവെക്കലാണ്. അതിനൊരു അവസരം തന്നാൽ മതി, എനിക്കൊന്നും വേണ്ട. ഞാൻ തിരിച്ചു പോകുന്നത് എന്റെ റബ്ബിലേക്കാണെന്ന് സയ്യിദുനാ ഹുബൈബ് ഇബ്നു അദി. ഹുബൈബ് മരിച്ചു. ഹുബൈബിനെ അവർ കൊന്നു. ചിന്തിച്ചു നോക്കി. ഹുബൈബിനെ കൊല്ലുന്ന നേരത്ത് അർശ് ലൗഹിൽ നിന്ന് ആയത്തിറക്കി ജല്ല ജലാലായ സുബ്ഹാൻ. ഏതാണ് ആയത്ത്? يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. ഈ ആയത്ത് കൊണ്ടുവന്നു സയ്യിദുനാ ജിബ്രീൽ. فبكى النبي صلى الله عليه وسلم فبتل وجهه فبتلت لحيته وصدره وقميصه. താടി നനഞ്ഞു, നെഞ്ച് നനഞ്ഞു, ഖമീസ് നനഞ്ഞു. പുണ്യ റസൂൽ. ഈ ആയത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹിയുടെ മുന്നിൽ പോയിരുന്നു. റസൂൽ ഇങ്ങനെ കരയാണ്. ഫസ്തുഷിദ ഹുബൈബ്, ഹുബൈബ് ഷഹീദായി കേട്ടോ എന്ന് പറയും. ഈ ആയത്തോടും കരയും. അപ്പോൾ മക്കയിൽ നിന്ന് ആരും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഹുബൈബ് ഷഹീദാവുകയാണ് റളിയല്ലാഹു അൻഹു. ഹുബൈബ് ഇങ്ങനെ മരിക്കുന്നു, ആയത്തിവിടെ അങ്ങനെ ഇറങ്ങുന്നു ഒരേ സമയം. ഒരു മനുഷ്യന്റെ മരണത്തിന് സ്വാഗതം പറയാന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ? ഒരു പരിപാടിക്ക് സ്വാഗതം പറയും, ഒരു മരണത്തിന് സ്വാഗതം പറയും. ആരാണ് സ്വാഗതം പറഞ്ഞത്? മരിപ്പിച്ച അല്ലാഹു. കാരണം അത് ഷൗക്കിന്റെ വിധാനമാണ്. ആരിലുള്ള ഷൗക്ക്? അല്ലാഹുവിനും റസൂലിനും. ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനുള്ള ഒരു മണ്ഡലാണ്. ഈ മണ്ഡലത്തിലാണ് മൊത്തം ഔലിയാക്കൾ. ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെല്ലാം തല തുറന്ന് കേൾക്കണം. ഇത് തല തുറന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. കണ്ണ് തുറന്ന് പിടിച്ചാലേ ഈ വഅള് ഉപകരിക്കുള്ളൂ. പഠിച്ചാൻ തൗഫീഖ് തരട്ടെ. എല്ലാ ഔലിയാക്കളും ഇങ്ങനെയാണ്. എല്ലാ ഔലിയാക്കളും ഇഷ്കിലും ഷൗക്കിലുമാണ്. അവര് വേർക്ക് വേറൊന്നും അറിയണില്ല. അവർക്ക് ഇഷ്കിലാണ്. അതാണ് ബഹുമാനപ്പെട്ട ഹുബൈബിന്റെ മഖാം. ഇഷ്കാണ് മഖാം. ആയത്തങ്ങോട്ട് ഇറക്കി. ആയത്തോടിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹ് കരഞ്ഞു പോയി. പറഞ്ഞുകൊണ്ടിരുന്നു, ഹുബൈബ് ഇബ്നു അദി, ഹുബൈബ് ഷഹീദായി കേട്ടോ, എന്റെ ഹുബൈബ് ഷഹീദായി കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പുണ്യ നബി. അപ്പോൾ ഷഹീദാവുന്നേ ഉള്ളൂ. എന്റെ സ്വാഗതമായി ആയത്തിറക്കി. ആയത്തിറക്കേണ്ട റസൂലുള്ളാഹിക്കാണല്ലോ സ്വാഗതം. എന്ത്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. ഞാൻ ഈ സംഭവം പഠിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഈ സൂറത്ത് ഓതുമ്പോൾ ഹുബൈബ് എന്റെ മനസ്സിൽ വരാറുണ്ട് റളിയല്ലാഹു അൻഹു. ഇതോടുകൂടി ഞാൻ പഠിക്കണം. സുബഹിക്കൊക്കെ ഈ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോൾ മനസ്സിങ്ങനെ പൊട്ടും. പക്ഷെ നമുക്ക് തൗഫീഖ് തരട്ടെ.
സുബഹി നിസ്കാരത്തിനൊക്കെ ഈ സൂറത്ത് വൽ ഫജ്രി, ഫജ്ർ കൊണ്ടാണ്, ഫജ്റിന്റെ നേരം ഫജ്ർ കൊണ്ടാണ് തുടങ്ങുന്നത്. ഫജ്റിനൊക്കെ ഈ സൂറത്ത് ഓതുന്നത് മനസ്സിന് ഭയങ്കര ധൈര്യം തരും. അവസാന ഭാഗത്ത് ഖുബൈബിനോടുള്ള സംബോധനയാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോടാണ് ആ പറയുന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ ആത്മാവേ, ഇർജിഇ, തിരിച്ചു പോരും, ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ, റാളിയത്തുമാണ് മർളിയത്തുമാണ്. നിനക്ക് നിന്റെ റബ്ബിനെയും ഇഷ്ടാണ്, റബ്ബിന് നിന്നെ ഇഷ്ടാണ്. എന്നിട്ട് ഫദ്ഖുലി ഫീ ഇബാദി, നീ ഒറ്റക്ക് പോരണ്ട, നിന്നെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി അസ്രാഈലിനെ മാത്രമല്ല അയച്ചിട്ടുള്ളത് അലൈഹിസ്സലാം. ആയിരക്കണക്കിന് 10,000 മലക്കുകൾ നിന്നെ ഭൂമി മുതൽ ആകാശം വരെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട്. അതാണ് ഫദ്ഖുലി ഫീ ഇബാദി. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ചിന്തിക്കും. അന്താക്കിയ നാട്ടിൽ ഒരു ആശിക്കുണ്ടായിരുന്നു. ഈ ആശിക്ക് ആദ്യകാലത്ത് ബിംബം ഉണ്ടാക്കി വിൽക്കുന്ന ആളായിരുന്നു. അന്താക്കിയക്കാരുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ആളുകളായിരുന്നു. ആ അന്താക്കിയക്കാരിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് അന്താക്കിയ അങ്ങാടിയിൽ വിൽക്കുന്ന ആളായിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ സമീപിച്ചു. മത്ത അടക്കം എന്നാണ്. മത്ത എന്നാൽ മത്തായി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ മഹാനായിരുന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹം മിനൽ ഹവാരിയീൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രധാനിയും ഈസാ നബിയുടെ പ്രധാനപ്പെട്ട സഹായിയുമായിരുന്നു ബഹുമാനപ്പെട്ട മത്താ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കി ഈ ബിംബം ഉണ്ടാക്കി വിൽക്കുന്ന ബിംബ കച്ചവടക്കാരൻ. സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് كم برأت وصيبا بالأمس راحته وأطلقت عاربا من ربقة الأمم. مولا يصلي وسلم كلهم من يعتصم بك يا خير ورا شرفا، فالله حافظه من كل منتقم. مولا يصلي وسلم ومن تكن برسول لله نصرته، إن تلقه الأسد في أجامها تجمي. مولا يصلي وسلم دائما أبدا للخلق كلهم. أمدنا بمدد رسول الله، أمدنا بمدد رسول الله، واحمنا بحماية رسول الله. نتوسل إليك في أمرنا هذا وفي مجلسنا هذا بحبيبك محمد وبأصحابه البدرين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹുവേ, ഞങ്ങളിതാ റസൂലുള്ളാഹിനെ കൊണ്ടും അസ്ഹാബുൽ ബദരീങ്ങളെ കൊണ്ടും തവസ്സുലാക്കുന്നു. മഴ ഞങ്ങളുടെ പരിപാടിക്ക് ഒരു തടസ്സമാവുന്ന വിധത്തിലായി പോകരുതേ പടച്ചോനെ. ഹബീബ റസൂലുള്ളാഹിനെ കൊണ്ടും അസ്ഹാബുൽ ബദരീങ്ങളെ കൊണ്ടും ഞങ്ങൾ തവസ്സുൽ ചെയ്യുന്നു. നീ ഞങ്ങളെ സഹായിക്കണം ഏട്ടമ്പുരാനെ. ഹബീബ റസൂലുള്ളാഹിനെ കൊണ്ടും ബഹുമാനപ്പെട്ട ഖിബ്ലത്തുൽ ശുഹൂദും സിറുൽ വുജൂദുമായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും അസ്ഹാബുൽ ബദരീങ്ങളെ കൊണ്ടും ഞങ്ങൾ ചെയ്യുന്ന തവസ്സുലിനെ സ്വീകരിക്കണം ഏട്ടമ്പുരാനെ. മഴ ഞങ്ങളുടെ പരിപാടിക്ക് ഒരു തടസ്സമാകുന്ന വിധത്തിലായി പോകരുത് പഠിച്ചവനെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. ചിന്തിക്കണം, ആശിക്കിനെ ചിന്തിക്കണം. ആശിക്കിന് ഒന്നുമില്ല, ആശിക്കിന് അല്ലാഹ്.
അന്താക്യയിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ പരിസരത്ത് ചെങ്കടലിന്റെയും മെഡിറ്ററേനിയന്റെയും ഇടയിൽ അന്താക്യ എന്നൊരു പ്രദേശമുണ്ടായിരുന്നുണ്ട്. അന്താക്യയിൽ ഒരു ബിംബ കച്ചവടക്കാരനുണ്ടായിരുന്നു. ആ ബിംബ കച്ചവടക്കാരൻ ഒരിക്കൽ അത് വഴി കടന്നു വന്ന പ്രബോധകന്മാരിൽ നിന്ന് കാര്യം മനസ്സിലാക്കി. ഫആമന ബില്ലാഹ്. അതിന് കാരണമുണ്ടായി. ഈ ചില പ്രബോധകന്മാർ അദ്ദേഹത്തിന്റെ അരികിൽ വന്നു അള്ളാഹുവിനെ പറ്റി പറഞ്ഞു. അപ്പൊ നിങ്ങൾ അള്ളാന്റെ ആളുകളാന്ന് ചോദിച്ചു. അതേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നിങ്ങൾ അത്ര വലിയ മഹത്വമുള്ള ആളുകളാന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഞങ്ങൾ അള്ളാന്റെ ആളുകളാണ്, ഞങ്ങൾക്ക് എന്തും നടക്കുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊല്ലങ്ങളായി പ്രജ്ഞയറ്റ് കിടന്ന ഒരു മകനുണ്ടായിരുന്നു. ആ മകന്റെ അരികിലേക്ക് ഈ പ്രബോധകന്മാരെ കൊണ്ടുപോയി. ആ പ്രബോധകന്മാരെ ഈ കുട്ടിയെ കാണിച്ചു കൊടുത്തിന്റെ കുട്ടി മുതിർന്നു, ഇതുവരെ എണീറ്റ് നടന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മക്കാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഒന്നിങ്ങനെ കൈയൊന്നിങ്ങനെ തടവി ആഫിയത്തോടുകൂടെ എണീറ്റിരുന്നു. വർത്താനം പറഞ്ഞു. ജീവിതത്തിൽ മിണ്ടാത്ത കുട്ടി അപ്പോൾ മിണ്ടി. അപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി അള്ളാഹുവാണ് മഹാൻ, അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുന്നവരാണ് മഹാന്മാർ. ഫആമന ബില്ലാഹ്. ഉടനെ ആ മനുഷ്യൻ അള്ളാഹുവിൽ വിശ്വസിച്ചു. ആ മനുഷ്യന്റെ കഥയാണ് യാസീനിൽ പറയുന്നത്. വജാഅ മിൻ അഖ്സൽ മദീനത്തി ഫറ റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ ഓത് യസ്അലുക്കും അജ്റൻ ഹും മുഹ്തദൂൻ. അതാ മനുഷ്യന്റെ കഥയാണ്. ഈ മനുഷ്യൻ നേരത്തെയുള്ള ജീവിതത്തിൽ ബിംബമുണ്ടാക്കി വിറ്റിരുന്ന ആളായിരുന്നു. പിന്നെ അള്ളാഹുവിനെ പറ്റി അറിഞ്ഞിട്ട് അള്ളാഹിന്റെ ആശിഖായി മാറി. പിന്നെ ആ നാട്ടുകാർ പ്രബോധകന്മാരെ കൈകേറ്റം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ആ പ്രബോധകന്മാരെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി ഓടുവരികയാണ്. വജാഅ മിൻ അഖ്സൽ മദീനത്തി